ഹായ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ വേറൊരു ഭാഗം നമുക്ക് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഫാമിലി ലൈഫില് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പില്, ലവേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഒരു വിള്ളിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ വളരെയധികം വർഷങ്ങളോളം ഉണ്ടാതിരിക്കാതെ പിന്നെ ഡൈവേഴ്സിലേക്ക് കലാശിക്കുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇതേപോലെയുള്ള പല പ്രശ്നങ്ങളെയും നമ്മൾ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ക്ഷമിക്കാൻ പഠിക്കാത്തത് കൊണ്ടാണ്. പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ക്ഷമിച്ചത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന, പിന്നീട് അവർ ഒന്നിക്കുന്ന, പിന്നെ അവരുടെ ലൈഫ് നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ക്ഷമയ്ക്ക് ഇത്രയേറെ ഇമ്പോർട്ടൻസ് എന്ന്? രണ്ടുപേരും ഒരേ ഈക്വാലിറ്റിയിൽ നിൽക്കുന്ന സമയത്ത്, ഇപ്പൊ നമുക്കറിയാം രണ്ട് കൈകൾ തമ്മിൽ തല്ലുന്ന സമയത്ത് ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ഒരാൾ അതിന് ക്ഷമിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ ലൈഫിലും അത് വളരെയധികം മുന്നോട്ട് പോകുന്ന, ക്ഷമ എന്ന ശീലത്തിൽ അത്ര വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പവർ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അവർ ചെയ്ത തെറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു മൂമെന്റില് അവർ ദേഷ്യപ്പെടുന്ന, സങ്കടപ്പെടുന്ന ഏത് മൂമെന്റ് ആണോ, അവിടെ നമ്മൾ ഏത് മൂമെന്റിലാണോ നമുക്ക് ക്ഷമിക്കാൻ അവസരം കിട്ടുന്നത് അവിടെ തീർച്ചയായും ക്ഷമിച്ചു കൊടുക്കുക. നമ്മുടെ ഉള്ളില് അതിനോടുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യത്തെ നമ്മൾ അവരുടെ തെറ്റുകളുണ്ട് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പല കാര്യത്തിലും ഇപ്പൊ നമ്മുടെ വയസ്സിൽ മൂത്ത ആളുകളായിരിക്കാം, വയസ്സിൽ ഇളയ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ വൈഫായിരിക്കാം, അതല്ലെങ്കിൽ കാമുകിയായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. പലരും ചെയ്യുന്ന പല തെറ്റുകളും നമ്മുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം, അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ഒരാൾ ക്ഷമിച്ചത് കൊണ്ട് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം നിലനിൽക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായും ക്ഷമ എന്ന ശീലത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ആ വെറുപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് മനസ്സുകൊണ്ട് അത് ക്ഷമിക്കുക, അവരുടെ തെറ്റുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊന്ന് പറയാൻ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് ഫാമിലികൾ ഉണ്ടായിരിക്കും, ഒരുപാട് രീതിയിലുള്ള ആ ഒരു ശീലത്തിന്റെ പവർഫുൾ ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പൊ എല്ലാ സമയത്തും ക്ഷമിക്കാനല്ല പറയുന്നത്, നിങ്ങൾക്ക് ക്ഷമിച്ചത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ക്ഷമിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അവിടെ നമുക്ക് ആ ക്ഷമ കൊണ്ട് കുറെ കാര്യങ്ങൾ നേടാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ പറയുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, 2 or 3 തവണ അത് കേൾക്കുക, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺസ് മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്താൽ തന്നെ ഒരുവിധം ജീവിതത്തിലുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ സോൾവ് ആവും. കാരണം നമ്മൾ ഒരുപാട് കൗൺസിലിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ചെറിയ ഇപ്പോൾ കൂട്ടാൻ അല്ലെങ്കിൽ കറിയിൽ ഉപ്പില്ല എന്നുള്ള ചെറിയൊരു ഇഷ്യൂവിന്റെ പേരിൽ ഡൈവേഴ്സിൽ വരെ കലാശിച്ച ഒരുപാട് ഫാമിലീസിന് നമുക്കറിയാം. അതല്ലെങ്കിൽ അമ്മായിയമ്മ ചെയ്ത തെറ്റ് അത് മറച്ചു വെച്ച് അല്ലെങ്കിൽ അത് പറഞ്ഞതിന് ശേഷം വരുന്ന റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസ് നമുക്കത് അറിയാൻ സാധിക്കും. അപ്പൊ ഇവിടെയൊക്കെ ചെറിയൊരു ക്ഷമ ഒന്ന് നമ്മൾ ക്ഷമിച്ചു കൊടുത്താൽ തീരുന്ന പല പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഡൈവേഴ്സ് വരെ അല്ലെങ്കിൽ വേറെ അടി തല്ല് ഇതിലേക്ക് വലിയ ലെവലിലേക്ക് തന്നെ മാറുന്ന ഒരു ഫീലിംഗ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ക്ഷമ എന്ന ശീലം ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങളത് ശീലിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായിട്ടും ആ ഒരു ക്ഷമയിലേക്ക് എത്തി അതിനെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നിങ്ങളോട് എതിർത്ത വ്യക്തികളോട് ക്ഷമിച്ചുകൊണ്ട് നിങ്ങളൊരു നല്ല വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. ഓക്കെ, ബൈ.